ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ തുടക്കത്തിൽ ചൈനക്കാർ എന്തായിരുന്നു പറഞ്ഞത്? പാശ്ചാത്യ രാജ്യങ്ങളുടെ റഫേൽ പോലുള്ള യുദ്ധവിമാനങ്ങളെ ഞങ്ങൾ വളരെ എളുപ്പത്തിൽ ഞങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തി എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അതേ ചൈന പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായ PL-15E പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരു സമ്മാനമായി വെറുതെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിന് പൂർണ്ണ ഉത്തരവാദികൾ പാകിസ്ഥാൻ മാത്രമായിരിക്കും. കാരണം അവർ ഈ മിസൈലിനെ ശരിയായി ഉപയോഗിച്ചില്ല എന്നാണ് ചൈനക്കാർ സോഷ്യൽ മീഡിയയിൽ ഉടനീളം പ്രചരിപ്പിക്കുന്നത്. ഇവർ ഇത്രത്തോളമൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ പല രാജ്യങ്ങൾ ഇന്ത്യയുടെ പക്കൽ നിന്നും ഈ PL-15E മിസൈൽസിന്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ DRDO ഫെസിലിറ്റിയിൽ PL-15E മിസൈലിന്റെ നട്ട് ബോൾട്ട് ഉൾപ്പെടെ നമ്മളെല്ലാം പ്രത്യേകം എടുത്ത് പഠിക്കുന്നുണ്ടാകും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നതും ചൈന ഇപ്പോൾ ഇങ്ങനെ പറയേണ്ട കാരണം എന്താണ്, PL-15E യാതൊരു കേടുപാടുമില്ലാതെ പൂർണ്ണമായി ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ വീണത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, എയർ ബാറ്റിലിനെ സംബന്ധിച്ചിടത്തോളം ആര് ജയിക്കും എന്നുള്ളത് ഏത് തരത്തിലുള്ള ആയുധമായിരിക്കും തീരുമാനിക്കുക. ഇതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, 2 PL-15E ഇന്ത്യ യാതൊരു കേടുപാടുകളും കൂടാതെ കൈപ്പറ്റിയെന്ന വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം അറിഞ്ഞതാണ്. ഈ PL-15Eയുടെ സീരിയൽ നമ്പേഴ്സും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. P-15E 12, 20, 30, 23 ഇത് ഒരു സീരിയൽ നമ്പർ. മറ്റൊന്ന് P-15E 12, 20, 39 ഈ 2 സീരിയൽ നമ്പേഴ്സ് ഉള്ള മിസൈൽസ് ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. ഇനി ചൈനയുടെ അഭിപ്രായം അനുസരിച്ച് ഈ മിസൈൽ പാകിസ്ഥാൻസ് ശരിയായി ഉപയോഗിച്ചിട്ടില്ല എന്നവർ പറയുന്നല്ലോ. അതിന് കാരണം എന്തായിരിക്കും എന്ന് നോക്കിയാൽ വളരെ ലളിതമാണ്. ഈ മിസൈലുകളെ പരമാവധി ദൂരപരിധിയിലായിരുന്നു, അതായത് ദി മാക്സിലായിരുന്നു പാകിസ്ഥാൻസ് ഇതിനെ ലോഞ്ച് ചെയ്തത്. അതുകൊണ്ടാണ് ഈ മിസൈലുകൾ ഏതൊരു ലക്ഷ്യവും തൊടാതെ ഇന്ത്യയുടെ കൈകളിൽ അകപ്പെട്ടത്. ഒരു പക്ഷേ ഇതിന്റെ നോ എസ്കേപ്പ് സോണിൽ വെച്ച് ഇതിനെ ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ ദി മാക്സ് എന്താണ്, നോ എസ്കേപ്പ് സോൺ എന്താണെന്നുള്ളത് നമ്മുടെ ചാനൽ തുടർന്ന് ഫോളോ ചെയ്യുന്നവർക്കറിയാം. പുതുതായി കാണുന്നവർക്ക് ചെറുതായി ഒരു ഡെഫിനിഷൻ നൽകാം. ദി മാക്സ് എന്നത് ആ മിസൈലിന്റെ പരമാവധി ദൂരപരിധിയിൽ വെച്ച് നമ്മൾ ഒരു മിസൈലിനെ ലോഞ്ച് ചെയ്യുന്നതാണ്. അതായത് ഒരു മിസൈലിന്റെ റേഞ്ച് 145 കിലോമീറ്റർ ആണ്. ഇപ്പോൾ PL-15E 145 കിലോമീറ്റർ ആണെങ്കിൽ ആ മിസൈലിനെ നമ്മൾ 130 കിലോമീറ്ററിൽ നിന്നും 145 കിലോമീറ്ററിനുള്ളിൽ ലോഞ്ച് ചെയ്താൽ അത് ദി മാക്സ് റേഞ്ച്. അതേസമയം ഈ നോ എസ്കേപ്പ് സോൺ എന്താണെന്ന് നോക്കിയാൽ, ഒരു മിസൈലിനെ നമ്മളൊരു പ്രത്യേക ഡിസ്റ്റൻസിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ആ ഡിസ്റ്റൻസ് എത്ര വേണമെങ്കിലും ആകാം. ഉദാഹരണത്തിന് മീറ്റിയോർ മിസൈൽസിന് നോ എസ്കേപ്പ് സോൺ എന്നത് 62 മൈലാണ്. നമ്മുടെ യുദ്ധവിമാനത്തിനും ശത്രുവിന്റെ യുദ്ധവിമാനത്തിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് 62 മൈലാണെന്ന് ചിന്തിക്കുക. ആ ഡിസ്റ്റൻസിൽ വെച്ച് നമ്മൾ മീറ്റിയോർ മിസൈൽസിനെ ലോഞ്ച് ചെയ്യുമ്പോൾ 99% ആ യുദ്ധവിമാനം നശിക്കും. കാരണം ഈ 62 മൈൽ എന്ന ഈ ഒരു ഡിസ്റ്റൻസ് മീറ്റിയോർ മിസൈൽസ് വളരെ എളുപ്പത്തിൽ കവർ ചെയ്യും. കൂടാതെ ഈ 62 മൈൽ കഴിഞ്ഞാൽ പോലും അതിന്റെ പക്കൽ ഇന്ധനം ബാക്കിയുണ്ടാകും. അപ്പോൾ ആ വിമാനം എസ്കേപ്പ് ആകാനുള്ള നിരവധി ശ്രമങ്ങൾ എടുത്താൽ പോലും ഈ ഒരു മിസൈൽ പിന്നാലെ ചെന്ന് അതിനെ ആക്രമിക്കും. അപ്പോൾ 62 മൈൽ പോകാൻ ഇതിൽ ഇന്ധനമുണ്ട്, വീണ്ടും ഇന്ധനം ബാക്കിയുണ്ട് എന്നൊരു സാഹചര്യത്തിൽ ഈ 62 മൈലിനുള്ളിൽ ശത്രുക്കളുടെ യുദ്ധവിമാനം നമ്മെ നോക്കി വന്നാലും അല്ലെങ്കിൽ നമ്മെ വിട്ടത് ദൂരെ പോകാൻ ശ്രമിച്ചാലും ഈ ഫ്യൂവൽ സ്പെൻഡ് ആകുന്നതിനുള്ളിൽ തന്നെ ഇത് ആ യുദ്ധവിമാനത്തെ പോയി തൊടും. അതുകൊണ്ടാണ് നോ എസ്കേപ്പ് സോണിൽ വെച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ ശത്രുക്കളുടെ യുദ്ധവിമാനത്തെ നമുക്ക് 99% നശിപ്പിക്കാൻ കഴിയും. ഈ നോ എസ്കേപ്പ് സോൺ എന്നത് ഓരോ മിസൈലിനും വ്യത്യസ്തമായിരിക്കും. ആ മിസൈൽസിന്റെ ടൈപ്പ്, അത് ഏത് സെൻസേഴ്സ് ഉപയോഗിക്കുന്നു, ആക്റ്റീവ് റഡാർ ഹോമിംഗ് ഉപയോഗിക്കുന്നുണ്ടോ, പാസീവ് റഡാർ ഹോമിംഗ് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് യൂസ് ചെയ്യുന്നുണ്ടോ, AESA റഡാറാണ് ഉപയോഗിക്കുന്നത്, ഡേറ്റ ലിങ്ക് ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് കോൺഫിഗറേഷൻസ് ഉണ്ട്. പക്ഷേ ലളിതമായ ഒരു കാര്യം നോക്കിയാൽ ഓരോ മിസൈൽസിലും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാകും. ആ ഡിസ്റ്റൻസിനുള്ളിൽ നമ്മൾ ഫയർ ചെയ്താൽ ശത്രുക്കളെ കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ ചൈനക്കാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ബോർഡറിനുള്ളിൽ നിന്ന്, അതായത് പാകിസ്ഥാൻസിന്റെ ബോർഡറിനുള്ളിൽ നിന്നുകൊണ്ടാണ് PL-15E ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് നേരെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ മിസൈൽസ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ അടുത്തെത്താൻ തന്നെ 120-130 കിലോമീറ്റർ കവർ ചെയ്യേണ്ടി വരും. അങ്ങനെ നോക്കിയാൽ ഈ മിസൈലുകൾ അതിന്റെ മുഴുവൻ ഇന്ധനവും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ്സ്
ജസ്റ്റ് ഒരു യു ടേൺ എടുത്ത് ഈ മിസൈലുകൾ വരുന്നതിന് എതിർദിശയിൽ പോയാൽ മാത്രം മതി ഈ മിസൈലുകളുടെ ഇന്ധനം പൂർണ്ണമായും തീരുകയും അത് ടാർഗറ്റിൽ ചെന്ന് പതിക്കാതെ പോകും. ഇതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പൊതുവെ ദിമാക്സിൽ വെച്ച് ഒരു മിസൈലിനെ ലോഞ്ച് ചെയ്യുമ്പോൾ ആ മിസൈലിന്റെ ഉദ്ദേശം എന്നത് ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങളെ ഒന്ന് ഭയപ്പെടുത്തുക, റഡാർ ലോക്ക് ചെയ്യുന്നത് പോലെ ശത്രുക്കളുടെ വിമാനത്തെ ഭയപ്പെടുത്തുകയും അതതിന്റെ പ്രവർത്തനം ചെയ്യിപ്പിക്കാതെ അവിടെ നിന്നും തുരത്തി ഓടിക്കുക. ഇതാണ് ഉദ്ദേശം. ഇനി ഈ ദിമാക്സിൽ വെച്ച് ഒരു മിസൈലിനെ ലോഞ്ച് ചെയ്ത് ടാർഗറ്റിനെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്ലോ മൂവിംഗ് ടാർഗറ്റ് ആയിരിക്കണം. വളരെ പതുക്കെ പോകുന്ന, വളരെ ലെസ് മെനൂറബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എവാക്സ്, ഇനി അതല്ല ഏരിയൽ റിഫ്യൂലിംഗ് ടാങ്കേഴ്സ്, ഇങ്ങനെയുള്ള ടാർഗറ്റ്സിനെ മാത്രമേ ദിമാക്സിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കുകയുള്ളൂ. ഇതാണ് കോൺസെപ്റ്റ്. ഇപ്പോൾ ചൈനക്കാരുടെ അഭിപ്രായം അനുസരിച്ച് പാകിസ്ഥാൻസ് ഈ ഒരു മിസൈൽ ഉപയോഗിക്കാത്തത് ഒരു ഭാഗത്ത് നമുക്ക് മാറ്റിവെക്കാം. മറുവശത്ത് PL-15Eയുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്നത് സെൽഫ് ഡിസ്ട്രാക്ട് മോഡാണ്. ഈ സെൽഫ് ഡിസ്ട്രാക്ട് മോഡ് എന്നത് എല്ലാ എയർ ടു എയർ മിസൈൽസിലും ഉണ്ടാകും, പ്രത്യേകിച്ച് BVRൽ. ഈ സെൽഫ് ഡിസ്ട്രാക്ട് വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ, ഒന്നാമത്തേത് ഈ ഒരു മിസൈൽ തുടർന്ന് പറന്നുകൊണ്ട് ഒരു പക്ഷേ ഏതെങ്കിലും സിവിലിയൻ ഏരിയയിൽ വീണാലോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഫോഴ്സസിൽ എവിടെയെങ്കിലും വന്ന് വീണാലോ അവിടെ ആളപായം നഷ്ടമൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് ഈ മിസൈൽ ഓട്ടോമാറ്റിക്കായി ടാർഗറ്റിൽ നിന്ന് മാറിയാലോ ടാർഗറ്റ് കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നാലോ സ്വയം നശിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഇന്ധനം തീരാൻ പോകുന്നു എന്നൊരു സാഹചര്യം വരുമ്പോൾ അത് സ്വയം നശിക്കും. ഇനി അതുമല്ല, ഈ മിസൈൽ അയച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മാൽഫങ്ഷൻ സംഭവിച്ചാലും സ്വയം നശിക്കും. ഇതുകൂടാതെ മറ്റൊരു റീസൺ ഉണ്ട്. ഒരു പക്ഷേ ഈ ഒരു മിസൈൽ പൂർണ്ണമായും കേടുപാടുകളൊന്നും കൂടാതെ ഇപ്പോൾ ചൈനയുടെ മിസൈൽ ഇന്ത്യയുടെ പക്കൽ ലഭിച്ചതുപോലെ ശത്രുക്കളുടെ രാജ്യത്തിന് ലഭിക്കാൻ പാടില്ല എന്നതിനു വേണ്ടി സെൽഫ് ഡിസ്ട്രക്ട് മെത്തേഡ് ഉപയോഗിക്കും. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഏതൊരു കമ്പനിയും പുറത്ത് പറയില്ല. ഉദാഹരണത്തിന് മീറ്റുവാർ നിർമ്മിക്കുന്ന റഫേൽ കമ്പനി ഇതിനെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടുണ്ടാവുകയില്ല. ആംറാം നിർമ്മിക്കുന്നവരും ഇതിനെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടുണ്ടാകില്ല. എന്നാൽ മിക്കവാറും സംഭവിക്കുന്നത് എയർ ടു എയർ മിസൈൽസിലെല്ലാം അകത്ത് ഇങ്ങനെ ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡ് എല്ലാ എയർ ടു എയർ മിസൈൽസിലും ഇങ്ങനെ ഒരു സെൽഫ് ഡിസ്ട്രാക്ഷൻ മോഡ് ഫീച്ചർ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഫീച്ചർ PL-15Eയിലും ഉണ്ടായിരുന്നിരിക്കണം. ഇനി അങ്ങനെ ഒരു ഫീച്ചർ അതിൽ വയ്ക്കാതെയാണ് നിർമ്മിച്ചതെങ്കിൽ അവർക്ക് മിസൈൽ നിർമ്മിക്കാനേ അറിയില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. തീർച്ചയായും അതിൽ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ അങ്ങനെ വെച്ച ആ ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡ് എന്തുകൊണ്ട് അവിടെ പ്രവർത്തിച്ചില്ല? ഇതിന് 2 കാരണങ്ങളുണ്ടാകാം. ഒന്നാമത്തേത്, ആ ഒരു മിസൈലിനെ നിലവാരമില്ലാത്ത രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ടാകണം. മറ്റൊന്ന്, ഇന്ത്യയുടെ ജാമിംഗ് ക്യാപ്പബിലിറ്റീസ് അത്രത്തോളം വലുതായിരിക്കണം, അഡ്വാൻസ്ഡ് ആയിരിക്കണം. ഈ 2-ലേതെങ്കിലും ഒന്നിവിടെ സംഭവിച്ചിട്ടുണ്ടാകണം. ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം 2-നും പ്രോപ്പറായ തെളിവുകളൊന്നും നമ്മുടെ പക്കലില്ല. ഇനി ഇന്ത്യയുടെ ജാമിംഗ് കഴിവുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ പക്കൽ സ്പെക്ട്രൽ എന്ന ഒരു ജാമിംഗ് ഉപകരണമുണ്ട്. ഇത് നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക്, മറ്റൊന്ന് നമ്മുടെ സുഖോയ് Su-30s ELM, അതായത് ഇസ്രായേലിൻ്റെ ഒരു ജാമിംഗ് ബോർഡുണ്ട്. ഇപ്പോൾ ഈ ജാമിങ്ങിൻ്റെ കാര്യം എടുത്താൽ പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലാൻ കഴിയില്ല. റഷ്യൻസ് ജാമിംഗ് ഇലക്ട്രോണിക് വാർഫെയർ ഒരൽപ്പം ലാഗാണ്. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിന്റെ പക്കൽ നിന്നും ജാമിംഗ് പോർട്സ് വാങ്ങി ELM വാങ്ങി നമ്മുടെ സുഖോയ്സിൽ നമ്മൾ വച്ചിരിക്കുന്നത്. റഫേലിനെ കുറിച്ച് പിന്നെ പറയേ വേണ്ട. റഫേൽ ഇതിനകം തന്നെ ഫ്രഞ്ച് കമ്പനിയുടെ പക്കലുള്ള സ്പെക്ട്രൽ ഡിവൈസാൽ ഫിറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ജാമിംഗ് ഭാഗത്തിന്റെ ജോലി എന്താണെന്ന് നോക്കിയാൽ അതും ലളിതമാണ്. ഈ ജാമിംഗ് പാർട്സ് ആദ്യം ചെയ്യുന്നത് ഈ യുദ്ധവിമാനത്തെ ഏതെങ്കിലും റഡാറോ ഇൻഫ്രാറെഡോ ലേസേഴ്സോ അല്ലെങ്കിൽ മാൻ പാഡ്സോ ലോക്ക് ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ അതിൻ്റെ ഒരു വാർണിംഗ് പൈലറ്റിന് നൽകും. മിസൈൽ ഫയർ ചെയ്യുന്നതിന് മുൻപ് റഡാർ ലോക്ക് ചെയ്യുമല്ലോ, അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് പൈലറ്റിലേക്ക് പോകും. റഡാർ ലോക്ക് ആയിട്ടുണ്ട്, നിങ്ങൾ യുഎസ്ബി മെനുവേഴ്സ് എടുക്കണം, അതുമല്ല എങ്കിൽ ഈ കോമ്പാക്ട് ഏരിയ വിട്ട് പെട്ടെന്ന് തന്നെ പോകണമെന്നൊരു മുന്നറിയിപ്പ് നൽകും. രണ്ടാമത്തേത്, ലോക്ക് വീണ മിസൈൽ ലോഞ്ച് ആയതിനു ശേഷം ആ മിസൈലിന് 3 തരത്തിലുള്ള ഗൈഡൻസ് ഉണ്ടായിരിക്കും. ഒന്നാമത്തേത് ഇൻഫ്രാറെഡ്, മറ്റൊന്ന് ലേസർ ഗൈഡൻസ്, അടുത്തത് റഡാർ ഗൈഡൻസ് ആണ്. റഡാർ എന്ന് പറയുമ്പോൾ AESA റഡാർസ് ഉണ്ടാകും, PSA റഡാർസ് ഉണ്ടാകും. ഈ 3 രീതിയിലുള്ള ഗൈഡൻസ് ആയിരിക്കും ആ മിസൈലിന് ഉണ്ടാവുക. ഇതിൽ ഇൻഫ്രാറെഡ് ഗൈഡഡ് മിസൈൽസിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ നമ്മുടെ പക്കൽ ഫ്ലെയർസും ചാപ്സും ഉണ്ടായിരിക്കും. ഇതിനുമപ്പുറം ഈ ലേസർ ഗൈഡഡ് കൂടാതെ ഈ റഡാർ ഗൈഡഡിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതിനാണ് സ്പെക്ട്രൽ ഡിവൈസ് ഉള്ളത്. സ്പെക്ട്രൽ ഡിവൈസ് അവിടെ ചെയ്യുന്നത്, ഇപ്പോൾ ഈ റഫേലെ സ്പെക്ട്രൽ ഡിവൈസ് ചെയ്യുന്നത്, ഇത് ഫേക്കായ ഒരു ടാർഗറ്റിനെ
വിമാനത്തിൽ നിന്നും കുറച്ച് ദൂരം മാറി നിൽക്കുന്നത് പോലെ ക്രിയേറ്റ് ചെയ്യുകയും ആ ടാർഗറ്റിന്റെ ഡീറ്റെയിൽസ് ആ മിസൈലിന് നൽകുന്നത് പോലുള്ള ഒരു ജാമിംഗ് ക്യാപ്പബിലിറ്റി നടത്തും. ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. പക്ഷെ വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു യുദ്ധവിമാനം പറക്കുകയാണ്. ആ വിമാനത്തിന്റെ കൃത്യം ലൊക്കേഷൻ ആ മിസൈലിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ആ മിസൈലിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതാണ് ഈ സ്പെക്ട്രൽ ജാമിംഗ് ഡിവൈസിന്റെ ജോലി. ഇത് റഡാർ കൂടാതെ ലേസർ ഗൈഡഡ് വെപ്പൺസിനെയൊക്കെ പെട്ടെന്ന് തന്നെ കുഴപ്പിക്കും. ഇൻഫ്രാറെഡിന് നമ്മുടെ പക്കൽ ഫ്ലൈസും ഷാഫ്സും ഉണ്ട്. അപ്പോൾ ഈ സ്പെക്ട്രൽ നമ്മുടെ പക്കലുണ്ട്. ഇത് ഇലക്ട്രോണിക് വാർഫെയർ ആണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ പക്കൽ ELM ഉണ്ട്, നമ്മുടെ സുഖോയ്സിൽ. ഇങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോഴാണ് പാകിസ്ഥാൻസ് 120-130 കിലോമീറ്റർ മാറി അവരുടെ PL-15E ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ യുദ്ധവിമാനങ്ങളെ അവരെ കൊണ്ട് വെടിവെച്ച് വീഴ്ത്താൻ കഴിയാതാകുന്നു. ഇതുകൂടാതെ പാകിസ്ഥാൻസിന് നമ്മുടെ വളരെ അടുത്ത് വന്ന് ഫയർ ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? ബോർഡറിൽ നിന്ന് വളരെ എളുപ്പത്തിൽ അകത്തേക്ക് കയറി ഷൂട്ട് ചെയ്തിട്ട് അവർക്ക് പുറത്തേക്ക് പോകാമല്ലോ എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശ് S-400 ആണ്. പൂർണ്ണ അതിർത്തിയും അതീവ ജാഗ്രതയിലുള്ള ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനം നമ്മുടെ അതിർത്തി കടന്നാൽ, അകത്തേക്ക് വന്നാൽ അതിനെ നമ്മൾ വളരെ പെട്ടെന്ന് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തുമെന്ന് പാകിസ്ഥാൻ നന്നായി അറിയാം. അതുകൊണ്ടാണ് അതിർത്തി കടന്ന് വളരെ അടുത്തേക്ക് വരാതെ അവർ വളരെ ദൂരത്തിൽ നിന്ന് മിസൈൽസിന് ലോഞ്ച് ചെയ്തത്. കൂടാതെ നമ്മുടെ പക്കലുള്ള ഇലക്ട്രോണിക് വാർഫെയർ കൗണ്ടർ മെഷേഴ്സ് എല്ലാം തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പാകിസ്ഥാന്റെ മിസൈൽസിന് ലക്ഷ്യം കണ്ടെത്താൻ കഴിയാതെ കൺഫ്യൂസ് ആവുകയും അതിലുള്ള സെൽഫ് ഡിസ്ട്രക്ഷൻ മെത്തേഡ് പോലും ഓണായില്ല. പൂർണ്ണമായും കേടുപാടുകൾ ഒന്നും കൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. ശരി, ഇപ്പോൾ പാകിസ്ഥാൻസിന്റെ പക്കലുള്ള PL-15E മിസൈൽസ് പ്രവർത്തിക്കാത്തത് കൊണ്ട് ചൈനയുടെ PL-15Eയും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്നൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് വരുന്നത്. PL-15E മിസൈൽസിന്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് തന്നെ ഡേറ്റ ലിങ്കിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇനി ഈ മിസൈലിലുള്ള ഇൻഡിവിജ്വൽ ASA റഡാറിൽ നിന്നും ലഭിക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും ഈ മിസൈലിന് തികഞ്ഞില്ലെങ്കിൽ AWACS ഗ്രൗണ്ട് റഡാർസിൽ നിന്നും ലഭിക്കുന്ന ടാർഗറ്റ് ഡീറ്റെയിൽസ് ഈ മിസൈലിന് ഫീഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സ്പെക്ട്രൽ ഉണ്ടെങ്കിൽ ഈ സ്പെക്ട്രൽ ആ മിസൈലിന്റെ റഡാറിനെ ആയിരിക്കും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. കൂടാതെ ഫൈറ്റർ ജെറ്റ് അതിന്റെ റേഞ്ചിനുള്ളിൽ ഉണ്ടെങ്കിൽ ആ ഫൈറ്റർ ജെറ്റിന്റെ സിസ്റ്റംസിനെയും ജാം ചെയ്യും. എന്നാൽ ഒരു പക്ഷേ ഈ സമയത്ത് ഈ മിസൈൽ മറ്റേതെങ്കിലും ഒരു സോഴ്സിൽ നിന്നും, ഉദാഹരണത്തിന് ഗ്രൗണ്ട് റഡാറിൽ നിന്നും അതിനാവശ്യമായ ടാർഗറ്റിംഗ് ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മിസൈലിനെ കൊണ്ട് ഇത്രയേറെ കുഴപ്പങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ പോലും തന്റെ ലക്ഷ്യത്തെ നോക്കി പായുകയും അതിനെ തകർക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കഴിവ് പാകിസ്ഥാനേക്കാളും ചൈനയുടെ പക്കൽ കൂടുതലാണ്. കാരണം മൾട്ടിപ്പിൾ AWACS അവർക്കുണ്ട്, ഗ്രൗണ്ട് റഡാർ ഉണ്ട്, എയർ ഡിഫൻസ് സിസ്റ്റംസ് എല്ലാം സിങ്ക്രണൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ PL-15 എന്നത്, അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ PL-15E എന്നത് പാകിസ്ഥാന്റെ പക്കൽ വരുമ്പോൾ ഒരു ഡമ്മി ആണെങ്കിൽ പോലും ചൈനയുടെ പക്കൽ പോകുമ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് പല മടങ്ങ് വർദ്ധിക്കും. ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പറായ ഒരു യൂസ് കേസ് നൽകണമെങ്കിൽ അടുത്തിടെ റഷ്യക്കാർ സുഖോയ് Su-30 യുദ്ധവിമാനം വഴി ഒരു F-16നെ ടാർഗറ്റ് ചെയ്യുകയും ആ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്താനായി S-400ൽ നിന്നും ഒരു സർഫസ് ടു എയർ മിസൈലിനെ ലോഞ്ച് ചെയ്തു. അപ്പോൾ S-400ൽ നിന്നും പോയ ആ ഒരു മിസൈലിന് ടാർഗറ്റും ഡീറ്റെയിൽസ് നൽകിയത് മറ്റൊരു അസറ്റാണ്. ഈ ഒരു അസറ്റ് ഉക്രൈൻ F-16 യുദ്ധവിമാനത്തിന്റെ ജാമിംഗ് ക്യാപ്പബിലിറ്റിക്ക് പുറത്തായതുകൊണ്ട് തന്നെ ആ ഒരു മിസൈലിനെ വളരെ എളുപ്പത്തിൽ ഗൈഡ് ചെയ്ത് ടാർഗറ്റിനെ നോക്കി കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ഡേറ്റ ലിങ്കിന്റെ വളരെ മികച്ചൊരു കാര്യം. ഈ ഡേറ്റ ലിങ്ക് എന്നത് പ്രോപ്പറായി പാകിസ്ഥാൻസിന്റെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മെ കൊണ്ട് വളരെ എളുപ്പത്തിലൊന്നും ജയിക്കാൻ കഴിയില്ലായിരുന്നു. ഡേറ്റ ലിങ്ക് പാകിസ്ഥാൻ വലിയൊരു നേട്ടവുമാകുമായിരുന്നു. ഇലക്ട്രോണിക് വാർഫെയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യോമസേന ഉദ്യോഗസ്ഥർ ഒരുപാട് പേർ, എന്തിന് നമ്മുടെ എയർ ചീഫ് മാർഷൽ പറഞ്ഞത്, ഇലക്ട്രോണിക് സ്പെക്ട്രത്തിൽ ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും അടുത്തുള്ള എയർ ബാറ്റിലും ജയിക്കുക. അപ്പോൾ ആദ്യം സംഭവിക്കുന്ന ഇലക്ട്രോണിക് വാർഫെയറിലൂടെ തന്നെ ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കും. അതിനുശേഷം സംഭവിക്കുന്നതെല്ലാം വെറുതെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ക്യാപ്പബിലിറ്റി നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ റഫേൽ ഉപയോഗിക്കുന്നുണ്ട്, മിറാഷ് 2000 ഉപയോഗിക്കുന്നുണ്ട്, സുഖോയ് Su-30s, MiG-29s, കൂടാതെ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നമായ ജാഗ്വാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഏരിയൽ പ്ലാറ്റ്ഫോംസിന്റെ കൂടെ തന്നെ ഇൻഡിജിനസ് പ്ലാറ്റ്ഫോംസും കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്റർലിങ്കായി പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ഡേറ്റ ലിങ്കും പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. പക്ഷെ നമുക്കതാണ് അവിടെ സാധിക്കാതെ പോകുന്നത്. കാരണം ഓരോ സിസ്റ്റവും അതിനനുസരിച്ചതുപോലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു സിസ്റ്റം മറ്റൊരു സിസ്റ്റത്തിന് അനുയോജ്യമായിരിക്കില്ല.
ഇനി നമ്മൾ അങ്ങനെ കൊളാബ് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ പോലും ആ സിസ്റ്റം തയ്യാറാക്കിയ കമ്പനി പറയുന്നത് അത് സാധിക്കില്ല എന്നാണ്. ഉദാഹരണത്തിന് റഫേൽ കമ്പനി പറയുന്നത് ഞങ്ങൾ ഏതൊരു റഷ്യൻ സിസ്റ്റവുമായി കൊളാബ് ആകില്ല എന്നാണ്. റഷ്യയുടെ റഡാസായോ അല്ലെങ്കിൽ റഷ്യൻ എക്യുപ്മെന്റ്സുമായോ ഞങ്ങളുടെ വെപ്പൺസ് ചേരില്ല. അതുകൊണ്ടാണ് സുഖോയ്സിൽ നമ്മെ കൊണ്ട് മീറ്റിയോർ മിസൈൽസ് ഇൻഡക്ട് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്താൽ മാത്രമേ പ്രോപ്പറായി ഈ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ അല്ലെങ്കിൽ ഡേറ്റ ലിങ്ക് വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ ശത്രുക്കളെ വേട്ടയാടാൻ സാധിക്കും. അമേരിക്കയുടെ വ്യോമസേന അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വ്യോമസേനയൊക്കെ എത്രത്തോളം വിജയകരമായി എയർ കോമ്പാക്ട് നടത്തുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. റഷ്യക്കാർ ഉക്രൈനിൽ പറക്കുമ്പോൾ അവർക്ക് ഒരുപാട് യുദ്ധവിമാനങ്ങൾ ലോസ് ആകുന്നുണ്ട്, കോമ്പാക്റ്റിൽ തന്നെ ലോസ് ആകുന്നുണ്ട്. ഇതേ കാര്യം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നോക്കുമ്പോൾ കോമ്പാക്റ്റിൽ വിമാനങ്ങളൊന്നും ലോസ് ആകുന്നില്ല. അവർ തന്നെ കടലിലെടുത്തെറിയും അല്ലെങ്കിൽ ആക്സിഡന്റിൽ എന്തെങ്കിലും സംഭവിക്കും. ഇങ്ങനെയുള്ള നഷ്ടങ്ങളല്ലാതെ ഈ വെടിവെച്ച് വീഴ്ത്തുന്നത് പോലുള്ള കേസുകൾ വളരെ റെയറായി മാത്രമേ സംഭവിക്കാറുള്ളൂ. ഡ്രോൺസ് മറ്റൊരു കഥയാണ്. നമ്മൾ മാൻ ഫൈറ്റർ ജെറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എയർ ഡോമിനൻസ് ക്യാപ്പബിലിറ്റി അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായും കാരണം എല്ലാ സിസ്റ്റംസും ഇൻഡിജിനസായി അവർ അകത്ത് നിർമ്മിക്കുന്നു. എല്ലാത്തിനും ആവശ്യമായ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നൽകുന്നുണ്ട്. ഇതിലാണ് നമ്മൾ ലാഗാകുന്നത്. ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ പൂർത്തീകരിക്കണം. ഇന്ന് നമ്മൾ കണ്ട ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ വാർത്തകൾ അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.